നമസ്കാരം. ഹാപ്പി ക്രിയേറ്റീവ് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും മനോഹരമായൊരു മെഷീൻ എംബ്രോയ്ഡറി വീഡിയോ തന്നെയാണ്. ഉഷ വണ്ടർസ്റ്റിച്ച് സൂയിങ് മെഷീനിൽ നമുക്ക് ആ എംബ്രോയ്ഡറി ചെയ്യാം. ഈ മെഷീൻ ഉപയോഗിച്ച് മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആവശ്യമായ മെഷീൻ സെറ്റിങ്സാണ് ഇനി കാണിക്കുന്നത്. പലരും അത് കാണിക്കാനായിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് വളരെ വിശദമായിട്ടുള്ള മെഷീൻ സെറ്റിങ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാം. ഇപ്പം നമുക്ക് ഈ എംബ്രോയ്ഡറി ചെയ്യാൻ ആവശ്യമായ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്യുന്നത് ഫ്രീ മോഷൻ രീതി അനുസരിച്ചാണ്. അതിന് വേണ്ടിയിട്ട് പ്രഷർ ഫൂട്ട് ഊരി വെച്ചിട്ടുണ്ട്. പിന്നീട് ചെയ്യാനുള്ളത് ഫീഡ് ഡോഗ് നമ്മൾ താഴ്ത്തി വെക്കണം. ഫ്രീ മോഷൻ രീതി അനുസരിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മളുടെ എംബ്രോയ്ഡറി ഹൂപ്പ് നീക്കുന്നതിന് ഫീഡ് ഡോഗ് തടസ്സമാകാതിരിക്കാൻ വേണ്ടി ഫീഡ് ഡോഗ് താഴ്ത്തി വെക്കണം. ഈ മെഷീനിൽ ഫീഡ് ഡോഗ് എങ്ങനെയാണ് താഴ്ത്തി വെക്കുന്നത് നോക്കാം. ഇതാ ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ലിവറിൻ്റെ പേരാണ് ഫീഡ് ഡോഗ് ലിവർ. ഈ ലിവർ ഇങ്ങോട്ട് നീക്കി വെക്കണം. ഇപ്പോൾ കണ്ടോ, ഫീഡ് ഡോഗ് താഴേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. കണ്ടോ, താഴേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് അത് വരില്ല, അവിടെ ഫിക്സ് ആയിരിക്കും. ഈ എംബ്രോയ്ഡറി ചെയ്യുന്നതിന് എനിക്ക് സിഗ്സാഗ്സ്റ്റിച്ചാണ് ആവശ്യമായിട്ടുള്ളത്. അത് എയിലാണുള്ളത്. അതുകൊണ്ട് ഈ സെലക്ടർ ഡയലിൽ നമ്മൾ എ സെലക്ട് ചെയ്യണം. എ സെലക്ട് ചെയ്തു. എ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ഈ വിട്ട് കൺട്രോൾ ഡയലിൽ സിക്സാഗ് പോർഷനുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യണം. അതിന് നമുക്ക് എത്ര വിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് വെക്കുക. ഇനി ഇതാണ് ലെങ്ത് ഡയൽ. ഇതിൽ ഞാൻ 2 സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് ത്രെഡ് ടെൻഷൻ ഡയൽ. ഇതിൽ ത്രെഡിൻ്റെ ടെൻഷൻ ഞാൻ 2 സെലക്ട് ചെയ്തു. ഇതാ 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് മെഷീൻ സെറ്റിങ്സ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.